നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ ഏത്തപ്പഴത്തിനെക്കുറിച്ച് 2 വാക്ക് പറയാമെന്ന് ഓർത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. പഴങ്ങളിൽ കേമൻ ഏത്തപ്പഴമാണല്ലേ. ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. മലയാളികൾ ഏറ്റവും അധികം കഴിക്കേണ്ട പഴങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഴമാണ് ഏത്തപ്പഴം. അത്രയ്ക്കും ഗുണങ്ങളുണ്ട് ഈ ഏത്തപ്പഴത്തിനകത്ത് കൂട്ടുകാരെ. നമുക്കൊരു ദിവസം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഈ ഏത്തപ്പഴത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എല്ലാ മിനറൽസും ഉണ്ട്. കാൽസ്യം, ഏറ്റവും റിച്ചായിട്ടുള്ള സോഡിയം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. മഗ്നീഷ്യം, മാംഗനീസ് എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏത്തപ്പഴത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി മിനറൽസ് ധാരാളമുണ്ട്. പഴുത്ത ഏത്തപ്പഴം ഷുഗർ രോഗികൾക്ക് അത്ര നല്ലതല്ല. കാരണം അതിനകത്ത് മധുരം ഉള്ളത് കൊണ്ടാണ് അധികം പഴുത്ത ഏത്തപ്പഴം നല്ലതല്ല എന്ന് പറയുന്നത്. പിന്നെ ഷുഗർ രോഗികൾക്ക് പഴുക്കാത്ത ഏത്തയ്ക്ക പുഴുങ്ങി കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അത് ദഹനത്തെ അധികം പഴുക്കാത്ത ഏത്തക്ക പെട്ടെന്ന് ദഹിക്കത്തില്ലാത്തതുകൊണ്ട് അത് ഏറ്റവും നല്ലതാണ്. നമുക്ക് വേണ്ടി 10% ഫൈബർ ഇതിൽ നിന്ന് ലഭിക്കും. രാവിലെ ഒരു പച്ച ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞ് പുഴുങ്ങിയിട്ട് അതിനകത്ത് പിന്നെ ചെറുപയറും കൂടെ പുഴുങ്ങണം. പുഴുങ്ങി കടുക് വറുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്കും കഴിക്കാം, ഷുഗർ രോഗികൾക്കും കഴിക്കാം. പിന്നെ നമ്മുടെ വയർ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അപ്പം അങ്ങനെയുള്ളവർക്കും ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിനകത്ത് ഏത്തപ്പഴത്തിനകത്ത് അടങ്ങിയിട്ടുള്ള സോഡിയമാണ് നമ്മുടെ പിന്നെ വയറിനെ കുറയ്ക്കാൻ അതിനാണ് കഴിവുള്ളത്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാനുള്ള കഴിവ് അതിനുണ്ട്. പിന്നെ നമ്മുടെ ദഹനത്തെ സഹായിക്കും. അതുകൊണ്ട് ഏത്തപ്പഴം എല്ലാ ദിവസവും ഓരോന്ന് കഴിക്കുക. പ്രത്യേകിച്ച് മലയാളികൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരു ഏത്തക്ക കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിനകത്ത് വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഈ പഴം നമ്മുടെ മണ്ണിൽ നമ്മൾ നട്ടു വളർത്താം. നമുക്ക് വിഷമില്ലാത്ത നമ്മുടെ തൊടിയിൽ നമുക്ക് നട്ടു വളർത്താവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന്. കാർബോഹൈഡ്രേറ്റ് അധികം പഴുക്കാത്ത പഴത്തിന് ഏത്തയ്ക്കകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഷുഗർ രോഗികൾക്കും അത് കഴിക്കാം. ഫൈബറും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്. ഷുഗർ ഉള്ളവർ പഴുത്ത ഏത്തക്ക കഴിക്കരുത്. അധികം പഴുക്കാത്ത ഏത്തക്ക കഴിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. നമ്മുടെ ആഹാരത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ നമുക്ക് ഒരു ദിവസം ഒരു ഏത്തപ്പഴമെങ്കിലും കഴിക്കാൻ നോക്കണം. കഴിയുന്നത് നമ്മളുടെ കൃഷി ചെയ്ത് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ എടുക്കാൻ നോക്കുക കൂട്ടുകാരെ. നമ്മൾ വാങ്ങിക്കുന്നതിനകത്തൊക്കെ ചിലപ്പോൾ ഒരുപാട് രാസവളമൊക്കെ ഉപയോഗിച്ചായിരിക്കും ഉണ്ടാക്കുന്നത്. സ്ഥലവും പറമ്പുമൊക്കെ ഉള്ളവർ നമ്മുടെ ആവശ്യം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.